നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും തീവ്രമായ വാദപ്രതിവാദങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന രാഷ്ട്രീയം സങ്കീർണമായ വിവാദങ്ങളാൽ പ്രക്ഷുബ്ധമാണ്. സോളാർ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളുമൊക്കെ തന്നെ വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഈ വേളയിൽ ഭരണപ്രതിപക്ഷ നിരകൾ തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ മര്യാദകളെ സംബന്ധിച്ച ചർച്ചകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒരുക്കിയ വേദികളിലൂടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ശ്രദ്ധിക്കപ്പെടുമ്പോഴും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നിലവിലിപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന രാഷ്ട്രീയ വിഷയം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളത്തിൽ വൻ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. KSRTC ബസ്സുകളുടെ പടികൾ താഴ്ത്തിയത് മറിയാമ്മ ഉമ്മൻ്റെ താല്പര്യങ്ങൾ പ്രകാരമാണെന്നും അത് കോർപ്പറേഷന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചുവെന്നുമുള്ള മന്ത്രിയുടെ പരിഹാസം വെറുമൊരു ഭരണപരമായിട്ടുള്ള വിമർശനമായല്ല, മറിച്ച് വ്യക്തിപരമായ അധിക്ഷേപമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും യാത്ര സുഗമമാക്കാൻ നടപ്പിലാക്കിയ ഒരു പരിഷ്കാരത്തെ പരിഹസിക്കുക വഴി ജനകീയനായ ഒരു നേതാവിൻ്റെ ഓർമ്മകളെ അപകീർത്തിപ്പെടുത്താനാണ് മന്ത്രി ശ്രമിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു വിവാദം ഉയർത്തിവിട്ടത് അത് ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നു. ഈ വിവാദങ്ങൾക്ക് പശ്ചാത്തലമായി നിലനിൽക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് അരങ്ങേറിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് നടത്തിയ ശക്തമായ കടന്നാക്രമണവും തൻ്റെ പിതാവിനെതിരെ ഗണേഷ് കുമാറും സംഘവും ഉന്നയിച്ച നുണക്കഥകളെ തെളിവ് സഹിതം പ്രതിരോധിച്ചതുമൊക്കെ തന്നെ മന്ത്രിയെ വല്ലാതെ അങ്ങ് അസ്വസ്ഥനാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ പ്രസംഗം വലിയ ചർച്ചയായി മാറിയതോടെ തൻ്റെ രാഷ്ട്രീയ കോട്ടയിൽ നേരിട്ട ഈ തിരിച്ചടിക്ക് പകരമായിട്ട് ഉമ്മൻചാണ്ടിയെ തന്നെ വ്യക്തിപരമായി കടന്നാക്രമിക്കുക എന്ന തന്ത്രമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നതിന് പകരം മൺമറഞ്ഞ ഒരു നേതാവിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ അടയാളമാണെന്ന വിമർശനം ഭരണപക്ഷത്തിനുള്ളിൽ നിന്ന് പോലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഗതാഗത മന്ത്രിയുടെ ഈ നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം. ഒരു മന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട അന്തസ്സും മര്യാദയും ലംഘിച്ച ഗണേഷ് കുമാറിനെ നിയമസഭയ്ക്കുള്ളിലും പുറത്തും നേരിടുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഗതാഗത വകുപ്പിലെ ഭരണപരമായിട്ടുള്ള പരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ മന്ത്രി പടച്ചുവിടുന്നത് എന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. വരും ദിവസങ്ങളിൽ സോളാർ ഗൂഢാലോചന കേസിലെ പുതിയ വിവരങ്ങൾ പുറത്തുവരാനിരിക്കെ പ്രതിരോധത്തിലായ സർക്കാർ ഈ വിവാദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ഏറെ നിർണായകമാണ്. പത്തനാപുരത്തെ മണ്ണിൽ ചാണ്ടി ഉമ്മൻ ഉയർത്തിയ വെല്ലുവിളികളും അതിന് മറുപടിയായി ഗണേഷ് കുമാർ സ്വീകരിച്ച വിവാദ നിലപാടുകളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം. ദേവി ഇത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഇനി ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല. അന്ന് കള്ളനല്ലല്ലോ ഇയാള്. അത് എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുന്നേ. കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്റെ അടൂർ പ്രകാശന് ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? അല്ല, കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. മന്ത്രി അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും സോണിയാഗാന്ധി കാണാൻ പോയത്. പ്രതിരോധിക്കുന്നത് സോണിയാഗാന്ധി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരിക്കാൻ ഒന്നുമില്ല. അതിൽ കോൺഗ്രസ് എന്തിനാ വിശദീകരിക്കണം? ഞാൻ ചെയ്യിക്കട്ടെ. അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്. അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അയാൾ ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു, മുഹമ്മദ് റിയാസിന്റെ PWD മന്ത്രി.
അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി. അവര് പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു. അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു. എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല. സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PWD മന്ത്രി, CPM മന്ത്രിയാണ്, കൊണ്ടുവരുമോ? ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുമോ? അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല. അവര് വ്ളോഗറായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത്. ആ മാന്യത. കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന മറ്റേ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ട്. അല്ല, ഞാൻ പറയണത് മനസ്സിലാക്കി. കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെയല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോയല്ല, മറിച്ച് 10 ജന്മത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോകാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്ന് ആർക്ക് വേണമെങ്കിലും പോവാം, ആർക്ക് വേണമെങ്കിലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ. എത്ര പേര് പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാള് വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. ആ ചോദ്യത്തിന് പ്രസക്തി അന്ന് എനിക്കറിയില്ല. നിങ്ങൾ KPCC പ്രസിഡന്റ്